DJI Mimo app. I app open. Okay, hi, in the lockdown. നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ അതായത് നമ്മളൊന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ കോസ്മോ DJIയുടെ ഒരു ഗിംബിളാണ്. അപ്പോൾ നമുക്ക് വന്നതൊരു പൗച്ചിലൊക്കെ ചെയ്തൊരു കുഴപ്പമില്ലാത്തൊരു പൗച്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ DJIയുടെ കോസ്മോ 3 എന്ന് പറഞ്ഞ ടൈപ്പ് ഗിംബിളാണ്. നമുക്ക് വീഡിയോ നല്ല അടിപൊളിയായിട്ട് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ 8,000 അപ്പോൾ റേറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് ആമസോണിൽ. ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഇതിൽ ഇവിടെ ഒരു മോഡ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അതേമാതിരി നമുക്ക് അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ അതേമാതിരി നമുക്കിത് ഈ ഗിംബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് അതിനുള്ളൊരു ബട്ടൺ കാണാം. പിന്നെ ഈ ബാക്ക് സൈഡിലായിട്ട് നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമുക്കിത് ഈ മോഡുള്ള ബട്ടൺ ഒരു വട്ടം നോക്കി കഴിഞ്ഞാൽ നമുക്കിത് എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട് എന്ന് കാണാൻ പറ്റും. അതായത് നമുക്ക് എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട് അതൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്താൽ ഇത് ഓണായി, ഗിംബിൾ ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ നമ്മൾ ഇന്നത് നോക്കണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെഡ്മിയുടെ ഒരു ഫോണിലാണ് ഇപ്പോൾ ഇതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം, അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നേരെ ലോണാക്കി വെക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അതായത് കോസ്മോ DJI Mimo എന്നൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് മുകൾ ഭാഗത്തായിരിക്കാൻ കൂടെ ഇത് DJIയുടെ ഈ പ്രൊഡക്റ്റ് ഓൺ ആയതിന് ശേഷം നമ്മൾ അവിടെ DJI ഡിവൈസ് കണക്റ്റഡ് എന്ന് കാണിക്കും. നേരെ നമ്മൾ ക്യാമറ നല്ലത് കണ്ടുകഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൽ മൗണ്ട് ചെയ്താൽ ഇങ്ങനെ നോക്കാം. മൗണ്ട് ചെയ്യാൻ കുറച്ച് പണിയാണ്. അതായത് ഒരു 2 മിനിറ്റോളം നമുക്ക് ഇത് മെനക്കിടേണ്ടി വരും. ഫസ്റ്റ് ഇത് കാട്ടാം, പിന്നെ റെഡിയാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇത് ആദ്യം മൗണ്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെബിലൈസ്ഡ് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റും. നമ്മളിത് ഓണാക്കിയതിന് ശേഷം സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ സ്റ്റെബിലൈസ്ഡ് ആണ്. ഇങ്ങനെ ആക്കുമ്പോൾ ഇത് റെഡിയാണ്. അപ്പോൾ ഇത് ഓക്കെ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ തിരിയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഈ ബാക്കിലുള്ള ഈ ഭാഗം കൂടെ ജസ്റ്റ് ഇങ്ങനെ ഇടായി കൊടുത്താൽ അത് റെഡിയാണ്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വീഡിയോ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്, ഇതിൽ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് അതൊക്കെ നോക്കിയോളൂ. അതായത് ഓണാക്കാൻ പോകുന്നത് ഓണായി. ഇപ്പം ഞാൻ ഈ ബാക്കത്തെ ബട്ടൺ 2 വട്ടം നീക്കി കഴിഞ്ഞാൽ ഇത് റെഡി ആയി കിട്ടും, സ്റ്റഡി ആയി കിട്ടും. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ മോഡ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അതേപോലെ ഇവിടെ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിനുള്ളൊരു ബട്ടൺ ഉണ്ട്. അതുമാതിരി നമുക്ക് ഗിംബിൾ താഴെ മാപ്പിട്ടായി കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. പിന്നെ അതേമാതിരി തന്നെ കൂടെ സൂം ഇൻ സൂം ഔട്ട് എന്നുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ബാക്കിലും ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ രണ്ട് പ്രാവശ്യം നക്കി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ബട്ടൺ 2 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് മറ്റേ സെൽഫി മോഡോ അതായത് പിന്നെ 2 വട്ടം നോക്കി കഴിഞ്ഞാൽ നേരെ ബാക്ക് മോഡലാവും. അതാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രാർത്ഥന വരുന്നത്. അതേപോലെ നമുക്കിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ബട്ടൺ കാണാം. നിൽക്കുന്ന വീഡിയോ റെക്കോർഡിങ് ആയി ഉണ്ടാവും. വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡിങ് സാധാരണ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഒന്നുകൂടി നിൽക്കിയാൽ അത് ഓഫ് ആവും ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത്
ഇതിൻ്റെ ആപ്പിലാണ്. ഇതിൻ്റെ ആപ്പിൽ എന്തൊക്കെ ഉണ്ട് നമുക്കിവിടെ ഹോം ബട്ടൺ എന്നൊരു ബട്ടൺ ഉണ്ട്. അത് നേരെ ഫുള്ള് പിന്നിക്ക് അതേപോലെ പഴയ അവിടെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ഇവിടെ മേലെ ഒരു ബട്ടൺ ഉണ്ട്, അതായത് ക്യാമറയുടെ ബട്ടൺ ഉണ്ട്. കണക്ട് കഴിഞ്ഞാൽ ബട്ടൺ ഓപ്പൺ ആയി വരും. ഇനി അതിലെന്തൊക്കെയുള്ളത് നോക്കാം. ഇത് നമുക്ക് വരുന്നത് ഹൈപ്പർ ലാപ്സ് ഉണ്ട്. ഹൈപ്പർ ലാപ്സ് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ക്യാമറ മാർക്ക് ചെയ്തു. ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതായത് നമ്മുടെ ടൈം ലാപ്പില്ല അതേ സംഭവം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് അനുസരിച്ചിട്ട് അതിൻ്റെ സ്പീഡ്, അതായത് സാധാരണ ഒരു കണക്കിനേക്കാൾ കുറച്ച് സ്പീഡ് കൂടിയിട്ട് ആ ഒബ്ജക്റ്റ് മാത്രം ഫ്രീസ് ആയിട്ട് നമ്മുടെ രണ്ട് സൈഡിലുള്ള ഒബ്ജക്റ്റുകൾ വളരെ സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഹൈപ്പർ ലാപ്സ് പറഞ്ഞാൽ. ടൈം ലാപ്പ് പിന്നെ എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ആകാശത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് സ്റ്റേഡിയം വെച്ചതിന് ശേഷം ആ ആകാശം ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ ടൈം ലാപ്പ്. പിന്നെ ഡൈനാസോം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് റെഡി ആക്കി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതിൽ ആ ബാക്കിൽ സംഭവം ഇങ്ങനെ സൂമിൻ്റെ ആവുകയും ചെയ്യും. ബാക്ക് സംഭവം ഇങ്ങനെ അടുത്തേക്ക് വരികയും ചെയ്യും. പ്രൊഡക്റ്റ് അവിടെ നിൽക്കുകയും ചെയ്യും. അതാണ് ഡൈനാമോസോം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സാധാരണ വീഡിയോയിൽ നമ്മൾ ഈ ഫോണിൽ എന്തൊക്കെ അതായത് അൾട്രാ വൈഡ് ഉണ്ടോ നോർമൽ വൈഡ് എല്ലാ വൈഡും ഇതെന്തൊക്കെ ഒക്കെ ആപ്പിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് സാധാരണ ഫോട്ടോസൊക്കെ നമുക്ക് സ്റ്റെബിലൈസേഷൻ താമസം എടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പിന്നെ പനരോമ. ഈ പനരോമയിൽ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്കൊരു 3D വ്യൂ, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു പകുതിയോളം ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കിവിടെ മേൽഭാഗത്തായിട്ടൊരു ഷട്ടറാണ്. ആ ഷട്ടറിലേക്ക് നിലയിൽ 3 ടൈപ്പ് കാണിക്കുന്നുണ്ട്. അതായത് 240 കാണിക്കുന്നുണ്ട്. പിന്നെ 9 ലാപ്പായിട്ടും 9 പിക്ചേഴ്സായിട്ട് എടുക്കാനും അതും കാണിക്കുന്നുണ്ട്. അതിന് ഡീറ്റെയിൽ കാണിച്ചുതരാം. പിന്നെ അതേപോലെ നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇടാൻ പിള്ളേർക്ക് ഇൻസ്റ്റഗ്രാമും കാരണമുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റോറി ഇടാനൊക്കെ ആയിട്ട് ഇവിടെ സ്റ്റോറി എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഏത് സ്റ്റോറി ഏത് ടൈപ്പാണോ വേണ്ടത് ആ ടൈപ്പിലുള്ള സ്റ്റോറി നമുക്ക് എടുക്കാം. സ്റ്റാർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പണം ഇത് സ്റ്റാർട്ട് കൊടുത്ത് ഇതിലേക്ക് കഴിഞ്ഞാൽ ഈ 200 ഓപ്പൺ ചെയ്യണം. ആ ഒരു ഭാഗം 9 സെക്കൻഡിൽ ആ ഒരു ഭാഗം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി തന്നെ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് അടുത്തതിലേക്ക് റീടൈപ്പോ അല്ലെങ്കിൽ അടുത്തതിലേക്ക് എടുക്കാനാണെന്നുണ്ടെങ്കിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ റീടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്തതിൽ നമുക്ക് പിന്നിടും. അതേപോലെ നമ്മൾ ബർത്ത്ഡേ പാർട്ടി അതേപോലെ അങ്ങനെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉപകാരമായിരുന്നു. പിന്നെ വരുന്നത് ഇതിൽ വൈറ്റ് ബാലൻസ് ഗൈഡ്, അതായത് ഗൈഡ് പറഞ്ഞാൽ നമുക്ക് ഓണായി കൊടുത്തു കഴിഞ്ഞാൽ ഗൈഡ് ലൈൻസ്, അതായത് നമുക്കൊരു കറക്റ്റ് പൊസിഷനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൈഡ് ലൈൻസിന് കാര്യങ്ങളൊക്കെ വേണ്ടിയും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഞാൻ ബാക്കിലേക്ക് പോകാം. ഇത് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കുറേ നമ്മൾ ഓരോ ടൈപ്പായിട്ട് വരുന്ന കുറേ മോഡലുണ്ട്. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഷട്ടർ സ്പീഡ് കാണാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ സൂം ചെയ്യുന്നത് ഈ ബട്ടണിൽ നമ്മൾ സൂം ചെയ്യുന്നത് വളരെ സ്പീഡ് വേണം, പതുക്കെ പോകണം. അതിലാണ് ഈ സ്ലോ എന്നുള്ള ബട്ടണൊക്കെ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വേർഷൻസിന് ഇൻഫോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് നമുക്ക് എത്ര ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് 72p നമുക്ക് ചെയ്യാം, 180p ചെയ്യാം. ഫ്രെയിം സെക്കൻഡിൽ 30 സപ്പോർട്ട് ആവുന്നതുകൊണ്ടാണ് ആ 30 കാണിക്കുന്നത്. പിന്നെ ഫോട്ടോ പരിപാടി ആയിരിക്കും. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് വിഷ്വൽ കാര്യങ്ങളൊക്കെ എടുത്തോളാം. ഓക്കെ, നമ്മളെ ഭാഗത്ത് നമ്മുടെ പെരയുടെ ബാക്ക് സൈഡിലുള്ള ചെറിയൊരു തൊടുവനാണ്. അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരാം. അങ്ങനെ നടക്കുകയാണ്. യാതൊരു കുഴപ്പമില്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ, നടന്നുകൊണ്ട് അറിയണ്ടോ. ഇതിന് കുറച്ച് അടിപൊളി വിഷ്വൽസ് നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത്. തീരെ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടിപൊളിയായിട്ട് കുറേ വിഷ്വൽസ് കാണാനൊക്കെ എടുക്കാം.
ഇതാണ് ഇതിൻ്റെ വീഡിയോ വിഷ്വലിങ്ങും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ ഈ ടൈപ്പിൽ തന്നെ നമുക്ക് നേരെ നമ്മൾ സെൽഫി മോഡാക്കാം. അപ്പോൾ നമ്മളിത് അങ്ങനെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സെൽഫി മോഡ് ആക്കണമെന്നുണ്ടെങ്കിലൊക്കെ പറ്റും. അപ്പോൾ സെൽഫി മോഡാക്കിയപ്പോൾ സെൽഫി മോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചു കൊടുത്താൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളെ ഫോണ് ട്രാക്ക് ചെയ്തോളും. ഇപ്പോൾ എൻ്റെ ഫോൺ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ഒരു ചെറിയൊരു ട്രാക്കിംഗ് പ്രശ്നം കാണാറുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, അപ്പോൾ എൻ്റെ മുഖം ഞാൻ ട്രാക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗ്രൂസോ കൺട്രോൾസാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഗ്രൂസോ കൺട്രോൾസ് നമുക്ക് വരുന്നത്, ആ ഗ്രൂസോ കൺട്രോൾ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ കൈക്കൊന്ന് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ നമ്മളെ ഫേസും ഓട്ടോമാറ്റിക്കലി അത് ക്യാപ്ചർ ആവുകയും ചെയ്യും. ആണോ, ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ആ ക്യാപ്ചറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടില്ല. ആണോ, നല്ല ഉഷാറായിട്ട് തന്നെ നമ്മളങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ അതിൻ്റെ ഒപ്പം തിരിഞ്ഞോളും. പിന്നെ ഫോണിൻ്റെ ആ വെയിറ്റ് കൊണ്ട് എന്താണെന്ന് അറിയില്ല, എന്തായാലും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്നതിൽ ഓപ്ഷൻസ് പറഞ്ഞാൽ ആണോ, നമുക്ക് ഇപ്പം നമ്മൾ സെൽഫി മോഡിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സെൽഫി നമ്മളിപ്പോൾ എത്ര നമ്മൾ ഷെയ്ക്ക് ചെയ്താലും ഒരു വിധം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് തന്നെ ചാർജ് ചെയ്യാനും ഈ ഗിംബിളിൽ ഒരു USB പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കണേ പെനോരമ എങ്ങനെയാണ്, നമ്മൾ ഉള്ളിൽ നോക്കി നമ്മൾ പെനോരമ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് പെനോരമ ഉള്ള ഒരു ഓപ്ഷൻ ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരു 3x3 ആണ് നമ്മൾ എടുക്കുക. അതായത് മേലെ 3, സെൻറ്ററിൽ 3, അടിയിൽ 3, അങ്ങനെ 3 ലെയറായിട്ട് 6 ഫോട്ടോസ് എടുക്കാൻ വേണം. ഇപ്പോൾ അതൊരു ഫോട്ടോ എടുത്തു, രണ്ടാമത്തെ ഫോട്ടോ എടുത്തു, മൂന്നാമത്തെ ഫോട്ടോ ഞാൻ റൈറ്റ് സൈഡിൽ എടുത്തു, നേരെ അതിൻ്റെ അടിയിൽ എടുക്കാൻ പോകുന്നത് 1, 2, 3, 4, മൊത്തം 8ാമത്തെ ഫോട്ടോ എടുത്തു, 9ാമത്തെ ഫോട്ടോ എടുത്തു, 9 ഫോട്ടോ എടുത്തു. 9 ഫോട്ടോ എടുത്തു. ഞാൻ ഫോട്ടോ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഗ്യാദർ ചെയ്തിട്ട് ആ പാനോരമ ഫോട്ടോ നമുക്ക് കിട്ടും. നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടുകയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ലോഡായി എടുക്കുന്നുണ്ട്. ആണോ, ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്കത് 6 ഫോട്ടോ നമ്മളിപ്പോൾ പല സൈസ് നമ്മൾ എടുക്കണേക്കാറ്റും ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കതിൽ എടുക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. നമുക്ക് തന്നെ ഓപ്ഷൻസിൽ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് 240 ഡിഗ്രിയാണ്. അത് നമ്മൾ ഒറ്റ ആംഗിളിൽ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഫോണിൽ എടുക്കുന്ന ഒരു ആംഗിളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ആ 280 ഡിഗ്രി ഫോട്ടോയാണ് നമ്മൾ എടുക്കാൻ പോണേ. അപ്പോൾ ഞാൻ നല്ല വെയിലായതുകൊണ്ട് ഇതിൽ വന്ന വീഡിയോക്ക് ശ്രദ്ധിക്കാം. ഫോട്ടോ ഐഡൻറ്റിഫൈ ഗസ്റ്റർ വീഡിയോ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഗസ്റ്റർ മോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണത്. പിന്നെ ഇതിൽ വരുന്നത് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്പൺ ആവും. ഇപ്പോൾ പെനോരമ നമ്മൾ കീപ്പിംഗ് പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒരു ഫോട്ടോ എടുത്തു, അപ്പോൾ 2ാമത്തെ ഫോട്ടോ, 3ാമത്തെ ഫോട്ടോ എടുത്തു, 4ാമത്തെ ഫോട്ടോ എടുത്തു, 5ാമത്തെ ഫോട്ടോ എടുത്തു, 6 ഫോട്ടോ എടുത്തു, 7ാമത്തെ ഫോട്ടോ എടുത്തു. അത് 7 ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 7 ഫോട്ടോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം. അല്ല, 7 ഫോട്ടോസ് വന്നപ്പോൾ വലിയൊരു ചെറിയൊരു സ്ക്രീനിൽ വലിയ ലോക്കിൻ്റെ ഒരു ഫോട്ടോ ആയി. പിന്നെ ഇതിൽ വരുന്നത് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നെറ്റ്വർക്ക് പോകാമല്ലോ, അതിനെ പറ്റി ക്ലോൺ മോഡാണ്. അതിന് നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ വേണം. അപ്പോൾ നെറ്റ് ഓണാക്കിയതില്ല ആ ടൈമിൽ, അപ്പോൾ ആ നെറ്റ് പോയി കിട്ടി. അപ്പോൾ ഇതൊക്കെ ഇതിനുള്ളതിൽ കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് കാരണം വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ കുറേ വീഡിയോസിൽ നമുക്ക് കുറേ മൈക്കിൻ്റെ പ്രശ്നം കാരണമൊക്കെ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പുതരാം. പിന്നെ ഇതിൽ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോയിൽ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പറയാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം ID കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതാൻ. കഴിഞ്ഞ 2 വീഡിയോ നമുക്ക് മൈക്കിൻ്റെ ഒരു ഇഷ്യൂ കാരണം സൗണ്ട് കുറച്ച് പോയിരുന്നു. അതിന് എല്ലാവരും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ, എന്തായാലും മൈക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ ലോക്ക്ഡൗൺ ആയ കാരണം മൈക്കും കാരണമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിക്ക് നോക്കാത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് നേരെ അടുത്തൊരു വീഡിയോ വരുന്നേക്കും. ബൈ.